നിങ്ങളുടെ കഴിവ് നിങ്ങൾക്കല്ല വേറൊരു മനുഷ്യനും അറിയില്ല. അത് തിരിച്ചറിയുക എന്നുള്ളതാണ് ഒരു ഉപകാര സംഭവമാണ് നമ്മളൊക്കെ. പക്ഷെ നമ്മളത് തിരിച്ചറിയുന്നില്ല. അത് ഒരു പക്ഷേ മറ്റുള്ളവൻ എങ്ങനെയാണ് അതിനെ വിലയിരുത്തുക എന്നുള്ള ഒരു ബാക്ക് ഓഫ് ഒരു ഫിയർ ഫാക്ടർ ഉണ്ടല്ലോ, അതുകൊണ്ടാണ് അധിക പേരും ഇതിനകത്തേക്ക് വരാത്തത്. വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഇറ്റ്സ് മീ ബ്രാൻഡ് വിത്ത് സൽമാൻ ആൻഡ് നമ്മുടെ കൂടെ ഉള്ളത് ഫിറോസ് നാട്ടു. നേരത്തെ നമ്മളോട് സംസാരിച്ച പോലെ വൈ ഫിറോസ് നാട്ടു എന്ന് പറഞ്ഞപ്പോൾ ഫിറോസ് എന്ന് പറഞ്ഞ ഒരുപാട് ആളുകളുണ്ട്. സോ ആ ഒരു SEOയിൽ നമുക്ക് ഒരു സെർച്ച് ചെയ്യുന്ന സമയത്ത് ഫിറോസ് നാട്ടു എന്ന് പറയുന്ന ഒരാളേ ഉള്ളൂ. സോ എൻ്റെ കൂടെ ഉള്ളത് ഒരു ചരിത്ര അധ്യാപകനായിരുന്ന, എന്നാൽ ഇന്ന് വളരെ അധികം എന്നെ ഇൻസ്പയർ ചെയ്തിട്ടുള്ള, ഞാൻ അധികം എപ്പോഴും ഏത് വീഡിയോ കണ്ടാലും അത് മുഴുവനായിട്ട് ഇരുന്ന് കാണുന്ന ഒരു എന്താ പറയാ വീഡിയോ കോണ്ടന്റ് ക്രിയേറ്റർ എന്ന് പറയാൻ പറ്റില്ല, അതിനപ്പുറത്തേക്ക് പല കാര്യങ്ങളിൽ എൻതൂസിയാസം ഉള്ള ഒരു ഓൺടർപ്രണർ കൂടി ആയിട്ടുള്ള ഫിറോസ് ഖാ. വെൽക്കം ടു ദി ഷോ. താങ്ക് യു. എന്താണ് ഫിറോസ് ഖാ, ഫിറോസ് ഖായുടെ ഒരു ജേർണി, ലൈക്ക് ഹൗ യു സ്റ്റാർട്ടഡ് ദ ഓൺടർപ്രണർഷിപ്പ് ആൻഡ് എങ്ങനെയൊക്കെ ആയിരുന്നു ഫേസ് ചെയ്ത ചലഞ്ചസുകൾ? നമുക്ക് നമ്മുടെ ഓഡിയൻസിനോട് പറയാൻ ഒരുപാട് കാര്യങ്ങളുണ്ടാവും, നമ്മൾ ഇതുവരെ കേട്ടിട്ടില്ല, അല്ലെങ്കിൽ പല ആളുകളും പറയാൻ മടിക്കുന്ന പല കാര്യങ്ങളുണ്ടാവും. അതെങ്ങനെ നമുക്ക് നമ്മുടെ ഓഡിയൻസിനെ കൂടി ഷെയർ ചെയ്യാൻ പറ്റും? സോ ഒബ്വിയസ്ലി എന്നെക്കാളും ഫോളോവേഴ്സും എന്താ പറയാ പരിചയ സമ്പത്തുള്ള ഒരാളാണ്. സോ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ ഞാൻ വിളിച്ചപ്പോൾ വരുന്നു ഞാൻ വിചാരിച്ചതല്ല. താങ്ക് യു ഫോർ കമ്മിങ്. ആൻഡ് നിങ്ങൾ ഷെയർ ചെയ്യും എന്താണ് നമ്മള് കംഫർട്ട് അല്ലെങ്കിൽ? തീർച്ചയായിട്ടും അതിലൊന്നും ഒരു വിഷമവും ഇല്ല. ഇപ്പം ഒരു ബിസിനസ് ജേണി നമ്മൾ വരുന്നത് എങ്ങനെയാ വെച്ചാൽ അതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ, ഞാനൊരു ഗവൺമെൻറ് ജോലിക്കാരനായിരുന്നു ഖത്തറിൽ. ഇവിടെ ആ ഒരു ജോലി ഞാനൊരു 3 വർഷം കൊണ്ട് അതിന് ഞാൻ അങ്ങനെ തിരിച്ചറിയാണ്. കാരണം ഇവിടെ ഒരു ഗവൺമെൻറ് ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുവിധം എല്ലാ ബാങ്കും എന്ത് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനും നിങ്ങൾക്ക് ലോണൊക്കെ ആയിട്ട് 20-15 വർഷമൊക്കെ ആയിട്ട് നിങ്ങൾക്ക് അതിന് വരും. നിങ്ങളിങ്ങനെ അവിടെ ലോക്ക് ചെയ്യാനുള്ളൊരു ശ്രമം നടത്തും. ഇതൊരു ആവേശത്തിന് ജോയിൻ ചെയ്ത് കഴിഞ്ഞെങ്കിൽ പോലും പിന്നീട് എനിക്ക് തോന്നി എൻ്റെ എല്ലാ കാര്യങ്ങളും അവിടെ വെച്ച് അവസാനിച്ചു. ഇനി ഇത് മാത്രമാണ് എൻ്റെ ലോകം, ഈ ഒരു സൈക്കിളിൽ മാത്രം ഞാൻ ഇങ്ങനെ ഈ ഓർബിറ്റിൽ ചില ഭ്രമണപഥത്തിലൂടെ ചുറ്റണമാതിരി ചുറ്റുന്നുള്ളൊരു ഇതുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ഇവിടുന്ന് LW എന്ന് പറയും, ലീവ് വിത്തൗട്ട് അലവൻസ് എന്ന് പറഞ്ഞിട്ട് 5 വർഷത്തെ ലീവ് എടുത്തിട്ട് UAE പോകുന്നു. എനിക്ക് ഒരു ജോലിയും അവിടെ ഒന്നുമില്ല, ആകെ കൈമുതലുള്ള ഒരു ആത്മവിശ്വാസമാണ്. എന്തെങ്കിലും ഞാൻ 3 വർഷം കൊണ്ട് 5 വർഷത്തെ ലീവ് എടുത്തിട്ട് പോവാണ്. അങ്ങനെ പോയി ഞാൻ അവിടെ ഒരു എയർലൈൻസിൽ, കാരണം ഞാൻ അയാട്ട കഴിഞ്ഞത് കാരണം എയർലൈൻസിൽ കയറുന്നു. അങ്ങനെ എയർലൈൻസിൽ കയറി പിന്നീട് ഒരു 8 വർഷം ഞാൻ UAE സൗദി അറേബ്യൻ എയർലൈൻസിലായിരുന്നു. 8 വർഷം ഞാൻ അവിടെ ഉണ്ടായിരുന്നു. അതെ, അവിടെ നിന്ന് അങ്ങോട്ട് മാറി ഞാൻ പിന്നെ അറബി അറിയായിരുന്നു. അതുകൊണ്ട് അതൊക്കെ അവിടെ നിന്നാണ് പഠിക്കുന്നത് കേട്ടോ. ഈ പറഞ്ഞ ഇത് എയർലൈൻസിൽ നിൽക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ക്യാബിൻ ക്രൂ അല്ല, ഞാൻ റിസർവേഷൻ ആൻഡ് ടിക്കറ്റിങ്ങിൻ്റെ ഫ്രണ്ട് ഓഫീസിൽ. ഓക്കെ, അങ്ങനെ അത് കഴിഞ്ഞ് പിന്നീട് ഞാൻ അപ്പോഴേക്കും ഈ ട്രാവൽ ഏജൻസിയിൽ ടിക്കറ്റിൽ തന്നെ അതുവരെ പേപ്പർ ടിക്കറ്റ് ആയിരുന്നു, പിന്നെ ഡിജിറ്റൽ വരുന്നത്, ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ വന്നു. 2008 ഈ ടിക്കറ്റ് വരുന്നത്. നിങ്ങൾക്കൊന്നും അത് പരിചയം ഉണ്ടാവണമെന്നില്ല. മുമ്പൊക്കെ ആളുകൾ ഇങ്ങനെ കുറേ കൂപ്പൺസൊക്കെ ആയിട്ട് യാത്ര ചെയ്തിരുന്നു ടിക്കറ്റുകളിലേക്ക്. അത് മാറി 2008. പിന്നീട് എനിക്ക് മനസ്സിലായി ഇനി ഈ ട്രഡീഷണൽ മെത്തേഡിൽ ഈ ബിസിനസ്സിൽ ഇനി വലിയ സാധ്യതയില്ല, അതിനെ ഡിജിറ്റലായി വേണം. അങ്ങനെ 2010 ഞാൻ ഖത്തറിലേക്ക് ഒരു ഫസ്റ്റ് ഓൺലൈൻ ട്രാവൽ ഏജൻസി എന്നുള്ളൊരു കൺസെപ്റ്റായിട്ട് പോകുന്നു. എനിക്കൊരു ഇൻവെസ്റ്റർ അതിനേക്ക് ഫണ്ട് ചെയ്യാന്ന് പറയുന്നു. അങ്ങനെ ആ ബിസിനസ് തുടങ്ങി. ഇപ്പോൾ അൽഹംദുലില്ലാ അത് നല്ല ഒരു ടോപ്പ് 10 ഒരു ഏജൻസി ആയിട്ട് മാറി. കമ്പനിയുടെ പേര് മുസാഫർ ട്രാവൽ ആൻഡ് ടൂറിസം. അതിൻ്റെ ഒരു ഓൺലൈൻ വേർഷനാണ് ഗോ മുസാഫർ എന്ന് പറയുന്നത്. അതാണ് നമ്മളുടെ ഒരു ബിസിനസ് പശ്ചാത്തലം. ഞാൻ കൂടുതലും അത് അല്ല ഈ പോഡ്കാസ്റ്റിൽ പറയാറുള്ളത്. പോഡ്കാസ്റ്റിൽ ഞാനൊരു യാത്രികനാണ്. ആ യാത്രയിൽ നമുക്കുണ്ടായ അനുഭവങ്ങൾ, പക്ഷെ ഇതേ യാത്രയും ബിസിനസ്സും ഇങ്ങനെ ഒന്നിച്ച് കൊണ്ടുനടക്കുന്ന ഒന്നാണ്. അങ്ങനെ തന്നെ ആവണം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പം ഒന്നാലോചിച്ച് നോക്കും, നമ്മൾ ഈ നാട്ടിൽ ഇപ്പം ഈ ഗൾഫ് ഭ്രമം അല്ലെങ്കിൽ ഗൾഫ് വന്നത് തന്നെ, അല്ലെങ്കിൽ ഈ പറഞ്ഞ ഇതിനു മുമ്പ് പേർഷ്യ, പിന്നീട് മലേഷ്യയിലൊക്കെ ഉണ്ടായിരുന്നു, ആളുകൾ പോയിരുന്നു. പിന്നീടാണ് ഈ ഗൾഫ് രാജ്യങ്ങളിലേക്ക് പോകുന്നത്. അപ്പം ഇതൊക്കെ ഒരു പലായനാണ്, സർവൈവലിന് വേണ്ടിയിട്ട് അല്ലേ? അപ്പം ഇങ്ങനെയുള്ള ഈ പലായനത്തിൻ്റെ റിസൾട്ടാണ് നമ്മളിന്ന് ഈ കാണുന്നതെല്ലാം. അപ്പം ഇതുപോലുള്ള കുറേ അറ്റംപ്റ്റുകൾ നമ്മളുടെ പൂർവികന്മാർ ചെയ്തു. അവർ കുറേ നടന്നുപോയി, കുറേ വാഹനങ്ങളിൽ പോയി, പിന്നെ ലാഞ്ചിൽ പോയി, അങ്ങനെ ഉണ്ടാക്കിയെടുത്തതാണ്.
നമ്മൾ പിന്നെ അതിൻ്റെ ഒരു കംഫർട്ട് സോൺ കൂടിയാണ് കയറിക്കുന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴുള്ള കുട്ടികളൊന്നും അങ്ങനെ ഒരു വലിയ ത്യാഗങ്ങളൊന്നും എടുക്കുന്നില്ല. അതെ 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 അങ്ങനെ കറക്റ്റ്. ഇപ്പോൾ ഇതിനെ നമുക്ക് അടുത്ത ലെവലിലേക്ക് കൊണ്ടുപോകണം. നമ്മൾ ഈ ഭൂമി ഇനിയും വിശാലമാണ്, പിന്നെ സഞ്ചരിക്കാൻ ഒരുപാടുണ്ട്. അങ്ങനെ അടുത്ത ലെവലിലേക്ക് അവർ പോയിട്ട് ഇപ്പം ഒരു ഉദാഹരണം, ഇപ്പം നമ്മുടെ പിള്ളേരൊക്കെ UK പഠിക്കാൻ പോകുന്നു, ഓസ്ട്രേലിയ, കാനഡ എന്നൊക്കെ പറഞ്ഞിട്ട് പോകുന്നുണ്ട്. അവരവിടെയൊക്കെ അവരുടേതായ ഫുഡ് പ്രിൻറ്റുകൾ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിന് ഞാൻ പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഫസ്റ്റ് നമ്മുടെ കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്യുക എന്നുള്ളതാണ്. നമ്മളൊരു ഗവൺമെൻറ് ജോലിയിൽ കുഴപ്പമില്ലാത്ത ഇവിടുത്തെ എല്ലാവരും ആക്സെപ്റ്റ് ചെയ്യുന്ന ഒരു ജോലി, അതും സൊസൈറ്റിയിലും നല്ല റെപ്യൂട്ടേഷൻ കിട്ടുന്ന ഒന്നാണ് ഒരു അധ്യാപകനാവുക എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും. അപ്പോൾ അതിൽ നിന്നൊക്കെ മാറി പിന്നീട് നമ്മൾ എടുക്കുക എന്ന് പറയുമ്പോൾ അതൊരു ഇത് തന്നെയാണ്. അപ്പം ഒന്ന് നമ്മൾ അതിൽ നിന്ന് നമ്മൾ മാറുക എന്നുള്ളത്. രണ്ടാമത് നമ്മുടെ സെൽഫ് എസ്റ്റീം കൂട്ടണം. നിങ്ങളുടെ കഴിവ് നിങ്ങൾക്കല്ല വേറൊരു മനുഷ്യനും അറിയില്ല, അത് തിരിച്ചറിയുക എന്നുള്ളതാണ്. ഇത് ഒരുപാട് സംഭവമാണ് നമ്മളൊക്കെ, പക്ഷെ നമ്മളത് തിരിച്ചറിയുന്നില്ല. അത് ഒരു പക്ഷേ മറ്റുള്ളവൻ എങ്ങനെയാണ് അതിനെ വിലയിരുത്തുക എന്നുള്ള ഒരു ബാക്ക് ഓഫ് ഒരു ഫിയർ ഫാക്ടർ ഉണ്ടല്ലോ, അതുകൊണ്ടാണ് അധിക പേരും ഇതിനകത്തേക്ക് വരാത്തത്. ഇനി നമ്മളിതിൻ്റെ ഒരു ട്രാൻസ്ഫോർമേഷനിലേക്ക് വന്നു, ബിസിനസ്സിലേക്ക് വരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു, ഇപ്പോൾ കുറേ 350 ട്രാവൽ ഏജൻസിയുള്ള ഒരു സ്ഥലത്തേക്കാണ് ഞാൻ പോകുന്നത്, അവിടെ ഖത്തറിൽ. അപ്പം അവിടെ എങ്ങനെ നമുക്ക് യുണീക്കായിട്ട് മാറാം, ഒരു വാല്യൂ പ്രപ്പോസിഷൻ. ഏത് ബിസിനസ് നിങ്ങൾ പ്രസൻറ്റ് ചെയ്യുമ്പോൾ, രംഗത്തേക്ക് വരുമ്പോൾ അവിടെ ഒരു വാല്യൂ പ്രപ്പോസിഷൻ ഉണ്ടോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അതായത് ഇപ്പോൾ ഉള്ള കറൻ്റ്ലി ഉള്ള ബിസിനസ് സിസ്റ്റത്തിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു പ്രോബ്ലം ഉണ്ട്, ആ പ്രോബ്ലത്തിനെ നിങ്ങൾക്ക് അഡ്രസ്സ് ചെയ്യാൻ പറ്റുമെങ്കിൽ, ഒരു പെയിൻ പോയിന്റ് യു ഐഡൻറ്റിഫൈഡ് ആൻഡ് ഇഫ് യു ക്യാൻ അഡ്രസ് ദാറ്റ് പെയിൻ പോയിന്റ്, യു ആർ ദ വിന്നർ. ഒരു സംശയമല്ല. അപ്പം നമ്മൾ പോകുന്നിടത്തൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. നിങ്ങളിപ്പോൾ ഒരു IT ആണ്, നിങ്ങൾ ഒരു ഡിജിറ്റൽ പ്രസൻസിലൂടെയാണ് ഓരോ കാര്യങ്ങളും ചിന്തിക്കുന്നത്. ഞാനിപ്പം ഇന്ന് മൈത്രയിൽ പോയി കഴിഞ്ഞപ്പം എനിക്ക് ഒരു റേഡിയേഷൻ്റെ പേയ്മെൻ്റ് ഉണ്ട്, അത് പോകണം, അത് കഴിഞ്ഞ് അത് അടക്കണം, അത് കഴിഞ്ഞ് ബ്ലഡിൻ്റെ അവിടെ അതിന് ക്യാഷ് കൊടുക്കണം. അപ്പം ഞാൻ ചോദിക്കുക, നമുക്കൊരു പേഷ്യൻ്റ്, ഞാൻ കൊറിയയിൽ പോയിരുന്നു 2 ആഴ്ച മുമ്പ്, അവിടെ സാംസങ്ങിൻ്റെ ഹോസ്പിറ്റലുണ്ട്. സാംസങ് നമ്മൾ കാണുന്ന കാറും ഫോണും മാത്രമല്ല, അവർ ഹോസ്പിറ്റാലിറ്റി, കാരണം അധിക ഈ പറഞ്ഞ റേഡിയേഷൻ്റെയും സ്കാനിങ് മെഷീനറി ഒക്കെ കൊണ്ടുവരുന്നത് ഈ സാംസങ് ആണ്, കൊറിയനാണല്ലോ. അങ്ങനെ അവിടെ പോയപ്പോൾ അവിടെ ഭയങ്കര രസമാണ്. നമ്മൾ ചെന്ന് നമ്മുടെ പേഷ്യൻസ് ഡീറ്റെയിൽസ് മുഴുവൻ കൊടുത്തു കഴിഞ്ഞ് ഒരു റിസ്റ്റ് ബാൻഡ് കിട്ടും. ഈ ബാൻഡ് കൊണ്ട് പോയി കഴിഞ്ഞാൽ ചെല്ലുന്ന അടുത്ത് തന്നെ ഡോക്ടറെ മുന്നിൽ വെച്ച് ഞാൻ സ്കാൻ ചെയ്യുമ്പോഴേക്കും ഡോക്ടർക്ക് അറിയാം ഞാൻ അവിടെ ഉണ്ട്, ഉടനെ അവർ വിളിക്കുന്നു. അത് കഴിഞ്ഞ് ഓരോ നമ്മളെ കാഷ്യറിൻ്റെ അവിടെ പോകണ്ട, ഒരുപാട് കിയോസ്കുകളുണ്ട്, ഈ POS പോയിന്റ് ഇതിൽ. അവിടെ പോയിട്ട് ഞാനിത് അടിക്കുമ്പോൾ എൻ്റെ കാർഡും ടാപ്പ് ചെയ്യുമ്പോഴേക്കും പേയ്മെൻ്റ് ആയി. ഒരു കാഷ്യർ ജോലി അവിടെ വേണ്ട. അപ്പോൾ കുറേ ജീവനക്കാരാണ് ഒരു ആശുപത്രിയിൽ ബഹളം ഉണ്ടാക്കുന്നത് എന്നുള്ളതാണ്. അതിന് ഒരു വളരെ ഓപ്റ്റിമൈസ് ആയിട്ടുള്ള സിസ്റ്റം. ഫാർമസിക്ക് പറഞ്ഞ ഡിസ്പെൻസറാണ്, അതായത് ഡോക്ടർ എഴുതിയ സാധനം കറക്റ്റ് അറിയാം. ഞാൻ ചെന്ന് സ്കാൻ ചെയ്യുമ്പോഴേക്കും ആ ട്രേയിലേക്ക് വേണ്ട മെഡിസിൻസ് കംപ്ലീറ്റ് വരും, അതിന് പ്രിൻറ്റ് ചെയ്ത് വരും, അതെങ്ങനെ കഴിക്കണ്ട ഫുൾ കാര്യങ്ങൾ. അതൊന്ന് ജസ്റ്റ് വെരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ചില ആളുകൾ നിൽക്കുന്നുണ്ട് അവിടെ. പക്ഷേ ഈ കോമൺ മെഡിസിനൊക്കെ കറക്റ്റ് വരുന്നതാണ്. വളരെ പ്രിസ്ക്രിപ്ഷൻ ഡീറ്റെയിൽ ആയിട്ട് കൊടുക്കേണ്ട കേസ് മാത്രമേ ഉള്ളൂ വിത്ത് ഹ്യൂമൻ സപ്പോർട്ടിൽ വരുന്നത്. ടെക്നോളജി അത്രയും അഡ്വാൻസ് ആയിട്ടുണ്ട്. ഇനി അത് ഏറ്റവും വലിയ സങ്കടം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഈ ടെക്നോളജി മുഴുവൻ ഡെവലപ്പ് ചെയ്യുന്നത് നമ്മുടെ സോഫ്റ്റ്വെയർ ബ്രെയിനാണ്. ഇത് ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. ഞാൻ കഴിഞ്ഞ ആഴ്ച ഹോസ്പിറ്റലിൽ പോയ സമയത്ത് എനിക്ക് ഭ്രാന്തായി പോയി. എക്സ്റേ എടുക്കാൻ വേണ്ടി അവിടെ പോകണം, അതിന് പിന്നെ വേറെ സ്ഥലത്ത് പോകണം. അതെന്താ സംഭവം, HMS ഉണ്ട്, നമുക്ക് ഒരുപാട് ഹോസ്പിറ്റൽ മാനേജ്മെന്റ് സിസ്റ്റം ഉണ്ട്. ഈ പീപ്പിൾസ് ആർ മേക്ക് ഡിഫറൻസ്. അത് ഞാൻ ഒരിക്കലും പറയാം. നിങ്ങൾക്ക് വളരെ മനോഹരമായ ഒരു ഓഫീസുണ്ട്, കസ്റ്റമറെ സെർവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കോൺസെപ്റ്റിലാണ് ഇവർ നമ്മൾ ഈ സിസ്റ്റം ഒക്കെ ഉണ്ടാക്കിയിരിക്കുന്നത്. പക്ഷേ ഈ ആളുകൾ അതിന് തയ്യാറായിട്ടില്ലെങ്കിൽ കഴിഞ്ഞു. അപ്പോൾ ഏറ്റവും വലിയ പ്രശ്നം ഞാൻ കണ്ടിരിക്കുന്നത്, അധികം ഓൺട്രപ്രനേഴ്സിനോടും സംസാരിക്കുമ്പോൾ ഡോക്ടേഴ്സ്, ടീച്ചേഴ്സ്, ഇങ്ങനെയൊക്കെയുള്ള വിഭാഗങ്ങളുണ്ടല്ലോ, ഇവരൊക്കെ ഇത് പറഞ്ഞ് മനസ്സിലാക്കുക എന്ന് പറഞ്ഞാൽ കുറച്ച് പാടാണ്. അത് അവരെ കുഴപ്പമില്ല, അവർക്ക് സമയമില്ല എന്നുള്ളതാണ്. അവരെന്താണ് ലോകത്ത് നടക്കുന്ന ഡെവലപ്മെൻറ്റ്സിനെ കുറിച്ചിട്ട് അറിയാനുള്ള ഒരു സമയം അവർക്കില്ല. നമ്മളെ മറ്റുള്ള കുട്ടികളെ പോലെയല്ല. അപ്പം നമ്മളൊരു ബിസിനസ് തുടങ്ങുമ്പം ഞാൻ ഇപ്പോൾ പറയുന്നത്, നമ്മൾ ലേമാൻസിൽ തന്നെ ഒരുപാട് വിഭാഗം കാറ്റഗറീസ് ഉണ്ട്. ഇപ്പോൾ എനിക്ക് തോന്നുന്ന ഒരു 60% ആളുകളും ബിലോ 30 years ആയിരിക്കും. ഇവരാണ് നാളത്തെ കൺസ്യൂമേഴ്സ് എന്ന് പറയുന്നത്. നിങ്ങളൊരു പ്രൊഡക്റ്റ് ഉണ്ടാക്കും. ഞാനൊരു 60ാമത്തെ വയസ്സിൽ ഞാനൊരു ബിസിനസ് ചെയ്യുമ്പോൾ എൻ്റെ ഈ 60ാമത്തെ ഏജിൽ ഞാൻ ചിന്തിക്കുന്ന എൻ്റെ ആവശ്യങ്ങളായിരിക്കില്ല ഈ വരാൻ പോകുന്ന ആളുകളുടേത്. ഞാൻ മാറിപ്പോയി, കാരണം നമ്മൾ ആ പഴയ രീതിയിൽ. അപ്പം ഞാനല്ല ഡ്രൈവ് ചെയ്യേണ്ടത്, വി നീഡ് ടു ബി വിത്ത് യങ്സ്റ്റേഴ്സ്. അപ്പോൾ അവരുടെ മനസ്സിലൂടെ
കൊറിയ നിങ്ങൾ ചോദിച്ചു നോക്കൂ. ഇപ്പം നിങ്ങൾക്ക് കൊറിയ വലിയ താല്പര്യമൊന്നും ഉണ്ടാവില്ല, പക്ഷെ നിങ്ങളെ മക്കളോട് ചോദിച്ചു നോക്കൂ, ദേ ലൈക്ക് ഇറ്റ്. കാരണം കെ ബി ടി എസ്, കെ ഡ്രാമ, കെ മ്യൂസിക് എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര. ഇപ്പം ഞാൻ അവിടെ അതെ കെ പോപ്പ്. അപ്പം ഞാൻ ഇതിനകത്ത് കാണുന്ന അവിടെ വളരെ യങ്സ്റ്റേഴ്സ് ആയിട്ടുള്ള ആളുകളാണ് അവിടെ വരുന്നത്. അവരത് നന്നായിട്ട് പിന്നെ എഫക്റ്റ് ചെയ്യുന്നുണ്ട്. കാരണം അവരെ കൺവിൻസ് ചെയ്യുന്നുണ്ട് ഈ പറഞ്ഞ അവരുടെ മാർക്കറ്റിംഗ്.